നമസ്കാരം. ഇന്ന് നമുക്ക് രണ്ട് കൂട്ടുകാരുടെ കഥ കേൾക്കാം. കൂട്ടുകാരായ ഒരു കുറുക്കനും ഒരു കൊക്കും. പണ്ടൊരു കാട്ടിൽ ഒരു കുറുക്കനും ഒരു കൊക്കും താമസിച്ചിരുന്നു. അവർ വളരെ അടുത്ത കൂട്ടുകാരായിരുന്നു. എന്നും കണ്ടുമുട്ടും, കഥകൾ പറയും. കുറുക്കൻ താൻ കാട്ടിലൂടെ നടന്നപ്പോൾ ഉണ്ടായ കഥകളൊക്കെ കൊക്കിനെ പറഞ്ഞ് കേൾപ്പിക്കും. കൊക്ക് അടുത്തുള്ള കുളത്തിൽ മീൻ പിടിക്കാൻ പോയപ്പോഴുള്ള കഥകളെല്ലാം പറഞ്ഞ് കേൾപ്പിക്കും. അങ്ങനെ ഇവർ സന്തോഷമായിട്ട് ഇങ്ങനെ കഴിഞ്ഞുപോയി. ഒരു ദിവസം കുറുക്കൻ വിചാരിച്ചു, കൊക്കെന്റെ നല്ല കൂട്ടുകാരനൊക്കെയാണ്, എന്നാലും കൊക്കിനെ ഒന്ന് പറ്റിക്കണം. അങ്ങനെ വിചാരിച്ച് കുറുക്കൻ ഒരു ദിവസം കൊക്കിനെ വിരുന്നിന് വിളിച്ചു. അവൻ കൊക്കിന്റെ അടുക്കൽ പറഞ്ഞു, കൂട്ടുകാരാ, നാളെ നീ വൈകിട്ട് എന്റെ മാളത്തിനടുത്ത് വരണം, എന്റെ ഗുഹയ്ക്ക് അടുത്ത് വരണം, എന്റെ വീട്ടിലെ അടുത്ത് വരണം. ഞാൻ നിനക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി തരാം. കൊക്കിന് സന്തോഷമായി. കൊള്ളാമല്ലോ. അങ്ങനെ അടുത്ത ദിവസമായി കൊക്ക് സന്തോഷത്തോടുകൂടി പറന്ന് കുറുക്കന്റെ വീടിനടുത്തെത്തി. കുറുക്കൻ കൊക്കിനെ സന്തോഷത്തോടെ സ്വീകരിച്ചിരുത്തി. എന്നിട്ട് എന്ത് ചെയ്തെന്നോ? കുറുക്കൻ പറഞ്ഞു, കൂട്ടുകാരാ, നിനക്കായി ഞാൻ നല്ല സൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല രസികൻ സൂപ്പാണ്, നീ കുടിച്ചു നോക്ക. കൊക്കിന് സന്തോഷമായി. കൊള്ളാമല്ലോ, ഇവനാള് മിടുക്കനാണല്ലോ, സൂപ്പൊക്കെ ഉണ്ടാക്കി എനിക്ക് തരുന്നല്ലോ. എന്നിട്ട് കുറുക്കൻ ചിരിച്ചുകൊണ്ട് കൊക്കിനെ ഒരു പരന്ന പാത്രത്തിൽ സൂപ്പ് ഒഴിച്ചു കൊടുത്തു. കൂട്ടുകാർക്കറിയാമല്ലോ, കൊക്കിന് നീളൻ ചുണ്ടുകളാണുള്ളത്. പരന്ന പാത്രത്തിൽ നിന്നാണ് എങ്ങനെ കുടിക്കും? ഒരു രക്ഷയുമില്ല, കൊക്കിനത് കുടിക്കാൻ പറ്റത്തില്ല. കുറുക്കൻ എന്നിട്ട് ഇങ്ങനെ ഉള്ളി കണ്ടിട്ട് നോക്കി ചിരിച്ചുകൊണ്ടിരുന്നു. കൊക്കത് കുടിക്കാനാകുന്നത് നോക്കി പരന്ന പാത്രത്തിൽ നിന്ന്. ഒരു രക്ഷയുമില്ല. കുറുക്കൻ ഒറ്റയടിക്ക് സൂപ്പ് മുഴുവൻ കുടിച്ചു. എന്നിട്ട് കൊക്കിനെ നോക്കി ചോദിച്ചു, കൂട്ടുകാരാ, എങ്ങനെയുണ്ട് സൂപ്പ്? വളരെ നന്നായിട്ടില്ലേ? കൊക്ക് എന്തു പറയാൻ, ഒരു ശകലം പോലും കുടിക്കാൻ കൊക്കിന് പറ്റിയില്ല. കൊക്കിന് മനസ്സിലായി, ഇവൻ എന്നെ പറ്റിക്കാനായിട്ടാണ് വിളിച്ചത്. എന്നാലും കൊക്ക് പറഞ്ഞു, കൂട്ടുകാരാ, നന്നായിട്ടുണ്ട്, നല്ല സൂപ്പ്. ഇത്രയും നല്ല സൂപ്പ് ഞാൻ കുടിച്ചിട്ടേ ഇല്ല. ഇത്രയും നല്ല സൂപ്പ് ഉണ്ടാക്കി തന്ന കൂട്ടുകാരൻ കുറുക്കനെ എങ്ങനെയാണ് ഞാൻ വിരുന്നിന് വിളിക്കാതിരിക്കുന്നത്? കൂട്ടുകാരൻ, നാളെ നീ എന്റെ വീട്ടിൽ വരണം, ഞാൻ നിനക്ക് നല്ല പായസം ഉണ്ടാക്കി തരാം. കുറുക്കൻ പറഞ്ഞു, ശരി, ഞാൻ നാളെ നിന്റെ വീട്ടിൽ വരാം. കൊക്ക് അങ്ങനെ അവിടെ നിന്ന് പറന്ന് കൊക്കിന്റെ വീട്ടിൽ ചെന്നു. എന്നിട്ട് ആലോചിച്ചു, ഈ കുറുക്കൻ എന്നെ പറ്റിക്കാനായിട്ടാണ് വിളിച്ചത്, നാളെ അവൻ വരട്ടെ. അങ്ങനെ അടുത്ത ദിവസമായി കുറുക്കൻ കൊക്കിന്റെ വീട്ടിലെത്തി. കൊക്ക് വളരെ കാര്യമായിട്ട് തന്നെ കുറുക്കനെ വിളിച്ചിരുത്തി, കൂട്ടുകാരാ, ഞാൻ നല്ല പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. കുറുക്കന് സന്തോഷമായി. കുറുക്കൻ പറഞ്ഞ, കുറേ നാളുകളായി ഞാൻ പായസം കുടിച്ചിട്ട്, നല്ല മധുരമായിരിക്കും അല്ലേ? കൊക്ക് എന്ത് ചെയ്തെന്നോ? കൊക്ക് ഒരു നീണ്ട പാത്രത്തിൽ, അതായത് വളരെ ചെറുതായിട്ടുള്ള കുടം പോലുള്ള ഒരു നീണ്ട പാത്രത്തിൽ പായസം ഒഴിച്ച് കുറുക്കന് കൊടുത്തു. കൊക്കിനാവുമ്പോൾ നീളൻ ചുണ്ടുകൾ അതിനകത്തോട്ടിട്ട് കുടിക്കാമല്ലോ. കുറുക്കൻ എന്ത് ചെയ്യാൻ? അവന് പരന്ന പാത്രത്തിൽ മാത്രമല്ലേ കുടിക്കാൻ പറ്റൂ. അവനാകുന്നത് നോക്കി പായസം കുടിക്കാൻ ഒരു നിവൃത്തിയുമില്ല. കൊക്ക് വളരെ പെട്ടെന്ന് ആ പായസം മുഴുവൻ വലിച്ചു കുടിച്ചു. എന്നിട്ട് കുറുക്കൻ്റെ അടുത്ത് ചോദിച്ചു, കൂട്ടുകാരെ, എങ്ങനെയുണ്ട് എന്റെ പായസം? വളരെ നന്നായിട്ടില്ലേ? നല്ല മധുരമില്ലേ? കുറുക്കൻ ഗ്ലിബ്ധനായി. എന്നിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കൂട്ടുകാരാ, വളരെ നന്നായിട്ടുണ്ട്. അപ്പോൾ കൊക്ക് പതുക്കെ ചിരിച്ചു. അവന് കാര്യം പിടികിട്ടി. എന്നെ ഇന്നലെ പറ്റിച്ചതിന് ഇത് തന്നെ അവന് വേണം. അങ്ങനെ കുറുക്കൻ എന്ത് ചെയ്തു? കുറുക്കൻ ലിഭ്യനായി അവിടുന്ന് മടങ്ങിപ്പോയി.